നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ള തോറ്റ കഥ പറയാൻ വേണം. വെറും തോറ്റുപോയ കഥ. അതായത് ഉന്നക്കായ ഉണ്ടാക്കുമ്പോൾ ഒരു അട്ടർ ഫ്ലോപ്പായിട്ടുള്ള കഥ പറയാൻ വേണ്ടിയാണ്. വൈകുന്നേരം എന്തെങ്കിലും ഒരു കടി ഉണ്ടാക്കണം. അത് എന്തുകൊണ്ട് ഉന്നക്കായ ആയിക്കോട്ടെ എന്നുള്ള ചിന്ത അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ മൈൻഡിലേക്ക് വന്നു. അങ്ങനെ പഴവും ബാക്കി സാധനങ്ങളും എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഞാൻ ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഒതന്റിക്കായിട്ടുള്ള ഉന്നക്കായ ഉണ്ടാക്കുന്നവരാരും എന്നെ കുറ്റം പറയരുത്. കാരണം എന്ന് വെച്ചാൽ ഇതിന് പ്രൊസീജിയേഴ്സ് എല്ലാം തെറ്റാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു കൊള്ളട്ടെ. അങ്ങനെ ഞാൻ ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും സെറ്റാക്കി വന്നപ്പോഴത്തേക്കാണ് സംഭവം മനസ്സിലായി. ശർക്കരയില്ല, ശർക്കരയുടെ പറ്റിക്കത് പരിപ്പിരിക്കുന്നു. പിന്നെ അവസാനം ഞാൻ പഞ്ചസാര വെച്ച് അത് അഡ്ജസ്റ്റ് ചെയ്തു. അതായിരുന്നു എൻ്റെ ഫ്ലോപ്പ് നമ്പർ 1. അങ്ങനെ ഞാൻ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കും അതിന് വെതറാനായിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഇല്ലെന്ന് മനസ്സിലാക്കിയത്. പിന്നെ ഞാൻ 2-3 ഈന്തപ്പഴം വെച്ച് അത് അഡ്ജസ്റ്റ് ചെയ്തു. പഴം ഉടച്ചു വന്ന സമയത്താണ് പഴം വെള്ളമാണെന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ ഞാൻ മാവ് വെച്ച് അതും അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ എൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാരണം ഞാൻ അവസാനം പാത്രത്തിനകത്തിട്ട് വേവിക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും പാത്രത്തിൻ്റെ അടിയിൽ പിടിച്ച് അത് ആകെ പണ്ടാരായിരുന്നു. അങ്ങനെ അവസാനം അത് അടിയിൽ പിടിച്ചിട്ട് കരിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞാൻ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഞാൻ അവസാനം ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയ രീതിയായിപ്പോയി. പക്ഷേ ടേസ്റ്റൊക്കെ ഉന്നക്കായെ പോലെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഉന്നവും ഇല്ലാത്തതുപോലെ ഒരു കായായിരുന്നു എനിക്ക് കിട്ടിയത്. പിന്നെ ടേസ്റ്റിന് കാണാൻ ലുക്കില്ലാത്തതുകൊണ്ടാണ് കളയാൻ ഞാൻ തയ്യാറല്ലാത്തതുകൊണ്ട് ഞാൻ അവനെ കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ബൈ.